വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ അറിയോ, ആൽക്കഹോൾ യൂസ് ചെയ്യാതെ ഈ ഓറഞ്ച് ജ്യൂസ് അതിന് പകരം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്ലം കേക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോവാണ്. നമ്മളത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഒരു ഹാഫ് കപ്പ് പഞ്ചസാര ലോ ഹീറ്റിൽ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് കാരമലൈസ് ചെയ്യണം. ഇപ്പോൾ ബ്രൗൺ കളർ ആയതിനു ശേഷം ഹാഫ് കപ്പ് ഹോട്ട് വാട്ടറും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ലോ ഫ്ലെയിമിൽ തന്നെ ഇതിനെ ഒരു തിക്ക് പോറിങ് കൺസിസ്റ്റൻസി ആകുന്നവരെ ചൂടാക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ബോയിൽ ചെയ്യാൻ ഒരു കപ്പ് ഡ്രൈ ഫ്രൂട്ട്സും മിക്സ്ഡ് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ അതേപോലെ ഒരു കപ്പ് ഒരു ഫ്രഷ്ലി പ്രിപ്പയർഡ് ഓറഞ്ച് ജ്യൂസും കൂടെ എടുക്കണം. ഇനി ഒരു 5 മിനിറ്റ് ഈ ഡ്രൈ ഫ്രൂട്ട്സിനെ ലോ ഫ്ലെയിമിൽ ബോയിൽ ചെയ്യാം. ഈ ഓറഞ്ച് ജ്യൂസ് എല്ലാം ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതെല്ലാം വീർത്ത് വരും. ഫുള്ള് അങ്ങനെ ആവുന്നവരെ നമുക്കിതിനെ ബോയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ജ്യൂസിനെ ഫിൽട്ടറാക്കി എടുത്തിട്ട് നമ്മ ഡ്രൈ ഫ്രൂട്ട്സിനെ തണുപ്പിക്കാൻ വയ്ക്കാം. ഇനി പ്ലം കേക്ക് മസാലയ്ക്ക് ഒരു പീസ് പട്ട, ജാതിപത്രി ഒരു പീസും പിന്നെ ഒരു 20 ഗ്രാമ്പും കൂടെ എടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാം, പൗഡറാക്കാം. ഈ മസാലയാണ് നമുക്ക് പ്ലം കേക്കിൻ്റെ മണം തരുന്നത്. ഇനി നമുക്ക് കേക്കിനുള്ള ബാറ്റർ ഉണ്ടാക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഒരു 100 ഗ്രാം എടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു കപ്പ് പൗഡർ ഷുഗറും കൂടെ എടുക്കാം. ഇത് രണ്ടും എടുത്തിട്ട് നമുക്ക് നല്ലോണം ഇതിന് വിസ്ക് ചെയ്യണം. നല്ലോണം പതപ്പിച്ചതിന് ശേഷം ഒരു 3 മുട്ട ഇതിൽ പൊട്ടിച്ചിട്ട് പിന്നെ നല്ലോണം അതിനെ മിക്സാക്കി ഇന്നും നല്ലോണം ഫ്ലഫി ആക്കി എടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. അതിനു വേണ്ടി 1.5 കപ്പ് മൈദ, ബേക്കിംഗ് പൗഡർ 1 സ്പൂൺ, പിന്നെ ബേക്കിംഗ് സോഡ ഒരു 1/2 സ്പൂൺ, ഒരു പിഞ്ച് ഓഫ് സോൾട്ട്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ആക്കി വെക്കണം. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദയും കൂടെ മിക്സ് ചെയ്തിട്ട് കോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് മിക്സ് ആക്കണം. ഇനി നമുക്ക് നേരത്തെ ചെയ്തു വെച്ച കാരമലൈസ്ഡ് ഷുഗർ ഒരു 2 സ്പൂണും കൂടെ ഇതിലിട്ടിട്ട് മിക്സ് ആക്കാം. ഇനി ഇതിൻ്റെ കൂടെ 1/2 സ്പൂൺ വാനില എസൻസ്, പിന്നെ നമ്മൾ നേരത്തെ ഇതിനു വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന ഗരം മസാല ഒരു 1/2 സ്പൂൺ, പിന്നെ ലെഫ്റ്റ് ഓവർ ഓറഞ്ച് ജ്യൂസ് നമ്മൾ എടുത്ത് വെച്ചത് ബാക്കി ഉണ്ടാവും, അത് 2 സ്പൂണും കൂടെ ഉണ്ടാവും, അതും ഇട്ടിട്ട് മിക്സ് ആക്കാം.
ഇനി നമുക്ക് കുക്ക് ചെയ്ത് കോട്ട് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനുള്ളിലിടാം. കുറച്ച് ഈ പൊട്ടിച്ച കാഷ്യൂവും കൂടെ ഇടാം. ഇനി ഇതിന് ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റിയിട്ട് 180 ഡിഗ്രി ടെമ്പറേച്ചറിൽ 1 അവർ നമുക്ക് ബേക്ക് ചെയ്യാം. ഇനി ഈ ഓറഞ്ച് ജ്യൂസും ഡ്രൈ ഫ്രൂട്ട്സും മിക്സ് ചെയ്ത അടിപൊളി കേക്ക് ഇപ്പോൾ റെഡിയായി. ഇത് ഇന്ന് കഴിക്കുന്നതിനെക്കാട്ടിലും നെക്സ്റ്റ് ഡേ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് സൂപ്പർ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ്ക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും എന്നോട് അഡ്വാൻസ്ഡ് ക്രിസ്മസ് വിഷസ്. ഫോർ അമേസിംഗ് റെസിപ്പീസ് ഫോളോ അവർ ചാനൽ. താങ്ക് യു.